ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം ഫിലിപ്പി 4:13 അമ്മേ മാതാവേ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യത്തിനായി നിൽക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ആബാപിതാവേ, അങ്ങയിലൂടെയാണ് സർവം സാധ്യമാകുന്നതെന്ന് ഞങ്ങളറിയുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി, കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. ഞാൻ ഷീല സണ്ണി, തൃശ്ശൂർ പട്ടിക്കാട് നിന്നും വരുന്നു. ഞാനൊരു യാക്കോബൈറ്റ് ചാവറാമ്പാടം ഇടവകാംഗമാണ്. ഞാനൊരു വിധവയാണ്. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഞാനൊരു സിവിൽ വഴിക്കേസിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഭർത്താവുള്ള സമയത്ത് 2005 തുടങ്ങി വച്ച ഒരു സിവിൽ കേസാണ്. എതിർ കക്ഷി 5 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. ഭർത്താവുള്ള സമയത്ത് എനിക്ക് യാതൊന്നും അറിയേണ്ടതായി ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം കേസ് കൊണ്ടുപോകുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയും സഹോദരങ്ങളുടെയും മറ്റു കുറേ വീട്ടുകാർക്കുമൊക്കെയുള്ള 1/2 കിലോമീറ്റർ വഴിയാണ് ഒരു കക്ഷി സ്വന്തമായി പിടിച്ചു വെച്ച് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെയും മക്കളെയും വക്കീൽ വിളിപ്പിച്ച് കക്ഷി ചേർത്തു. കേസിന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 40,000 50,000 അയാൾ ഫീസായി ചോദിക്കുമായിരുന്നു. നടന്ന് മടുത്ത് 2023 കേസ് തീർപ്പായി എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. 18 വർഷമായിട്ടും ഒരു കാര്യവും നടന്നില്ല. 2025 ആയപ്പോൾ വീണ്ടും ഏപ്രിലിൽ അയാൾ വിളിച്ച് റീസർവേ വന്നു. റീസർവേയുടെ കുറേ പേപ്പറുകളിൽ എതിർ കക്ഷിക്ക് അനുകൂലമായിട്ടാണ് അളന്നിരിക്കുന്നത്. അയാൾ കുറേ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുവാൻ 30,000 രൂപ വേണം. ഇനിയും 30,000 രൂപ ഇപ്പം തന്നെ കൊണ്ടുവന്നെങ്കിലേ ഞാനിഞ്ഞ് കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം മറ്റു കക്ഷികളോടൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാർക്കും ഇനി ഈ കേസ് കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞങ്ങളാരും ഇനി ഒറ്റ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴിമുട്ടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കൃപാസനം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നത്. ഞാനിതിനു മുൻപ് 2022 24 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉടമ്പടി എടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുണ്ട്. അതൊന്നും നിവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള പേടി മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത്. എന്നാൽ ഈ കേസിൻ്റെ കാര്യം വന്നപ്പോൾ ഇനി ഉടമ്പടി മാതാവല്ലാതെ, സഞ്ചാരി മാതാവല്ലാതെ എനിക്ക് ആരും തുണയില്ല എന്ന ബോധ്യത്തോടു കൂടി 2025 ജൂലൈ 14 ഞാൻ കൂട്ടാലിയിൽ നിന്നും ബസ് പോകുന്നതിനോടുകൂടെ അവരോടൊപ്പം ഇവിടെ വരികയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ഞാൻ ശ്രമിച്ചു പോന്നു. പത്രങ്ങളെല്ലാം അടുത്ത വീടുകളിൽ കൊണ്ടുപോയി വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും വിശ്വാസമില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനും അവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും പഠിപ്പിച്ചു. മറ്റുള്ള കുടുംബങ്ങളിലും വൃദ്ധരായ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് അവരോടൊത്ത് സമയം ചെലവഴിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേട്ട് അവർക്ക് വേണ്ട വചനങ്ങളെല്ലാം നൽകി പോന്നു. ഉടമ്പടിയെടുത്ത് 14 തീയതി ഉടമ്പടിയെടുത്തു. 18 തീയതി അംഗനവാടിയിൽ എല്ലാ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഭൂമികളെല്ലാം കൺഫർമേഷന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും 20-ാം വാർഡിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. അന്നേരം ഞങ്ങൾ ചെന്നു. അവർ ലാപ്പിൽ സ്കെച്ചുകൾ കാണിച്ചു തന്നു ഭൂമിയുടെ. അന്നേരം ഒരു പ്ലോട്ടിൽ മാത്രം വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നതെന്ന് കാണുവാൻ സാധിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അന്ന് വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നത്, ഇനിയൊന്നും ചെയ്യാനില്ല, അളന്ന സമയത്ത് നിങ്ങൾ എന്തേ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ
അപേക്ഷ കൊടുക്കുവാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു പോന്നു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്കെന്നൊന്നും ചെയ്യുവാനില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് സർവേയറെ കൊണ്ടുവന്ന് അളപ്പിച്ച് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്ന് വെറുതെ ഇരുന്നില്ല. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കാശുരൂപം ഇവിടെ നിന്ന് കിട്ടിയത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും വിശ്വാസ പ്രമാണം നടക്കുമ്പോഴും നടപ്പിലും എടുപ്പിലും എല്ലാം വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളവും ഉടമ്പടി തൈലവും കൊണ്ടുപോയി ആ വഴിയിലുടനീളം വിതറി പ്രാർത്ഥിക്കുകയും പ്ലോട്ടിൽ വഴിയില്ലാത്തടത്തും പോയി പ്രാർത്ഥിച്ച് ആരോടും പറയാതെ രഹസ്യമായാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത്. എൻ്റെ അമ്മ പരസ്യമായ രഹസ്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 4-ാം ദിവസം വഴിയില്ലാത്ത കാര്യം സർവേയിൽ ലാപ്പിൽ എനിക്ക് കാണിച്ചു തന്നത് 18-ാം തീയതിയാണ് എന്നെ കാണിച്ചു തന്നത്. 22-ാം തീയതി 21-ാം തീയതി ഞായറാഴ്ച പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നാളെ തിങ്കളാഴ്ച ഞങ്ങൾ അളക്കുവാൻ വരുന്നുണ്ട്, നിങ്ങൾ പേപ്പറുകളെല്ലാമായി വരണം. പ്രൈവറ്റ് സർവേയറെ കൊണ്ടല്ലാതെ അളക്കുകയില്ല എന്ന് പറഞ്ഞു വിട്ട അവർ മാതാവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം സഞ്ചാരി മാതാവ് പഞ്ചായത്തിൽ ചെന്ന് പ്രവർത്തിച്ചതുപോലെ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഉടമ്പടിയുടെ ശക്തി എനിക്ക് അവിടെ പൂർണ്ണമായി 4-ാം ദിവസത്തിൽ തന്നെ വെളിപ്പെട്ടു. തിങ്കളാഴ്ച 22-ാം തീയതി അവർ വന്നു, ഭൂമി അളന്നു, വഴി തിരിച്ചു, കുറ്റിയടിച്ചു തന്നു. അതിനുശേഷം എനിക്ക് കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസിക്കുവാനും എല്ലാം സാധിച്ചു. കുർബാനയും മറ്റ് ദാനധർമ്മങ്ങളുമെല്ലാം ഞാൻ ഇടപെടാതെ പ്രവർത്തിച്ചു പോന്നു. കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി എടുത്ത് 28-ാം ദിവസം 1 മാസം തികയുന്നതിന് മുൻപേ പെട്ടെന്ന് വക്കീലിൻ്റെ ഗുമസ്തൻ കാശില്ലാതെ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ഇതൊന്നും ഫോർവേഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട ആൾ ഗുമസ്തൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കേസ് ജയിച്ചു, നിങ്ങൾക്ക് വഴി കിട്ടി. ഞാൻ മറ്റെല്ലാ കക്ഷിക്കാരെയും വിളിച്ചു പറഞ്ഞു. ഗുമസ്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നമുക്ക് വഴി വെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി 10-60 ലോഡ് കാർ വേസ്റ്റ് ഇറക്കി മരങ്ങളെല്ലാം വെട്ടി വഴിയുണ്ടാക്കി. ആ വഴി തെളിച്ച് കിട്ടി. അതിനുശേഷം ഞാൻ വക്കീലുമായി ബന്ധപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? വക്കീൽ പറഞ്ഞു, അവസാന നിമിഷത്തിൽ എന്തെന്നറിയില്ല, എനിക്ക് തോന്നി നമ്മുടെ പെൻഷനായ പഴയ സർവേയർ ഒന്ന് വിളിപ്പിക്കാം. അങ്ങനെ സർവേയറെ വിളിപ്പിച്ചു. സർവേയർ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ആൾ പറഞ്ഞു തന്ന പ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നു. സഞ്ചാരി മാതാവാണ് വക്കീലിനൊപ്പം ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസമാണ് വക്കീലിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. 20 വർഷമായി വക്കീലിന് തോന്നാതിരുന്ന കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി ഉപ്പിനും ഉടമ്പടി പത്രത്തിനുമെല്ലാം വളരെ വിലയുണ്ടെന്ന് അവർ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ ഈ സംഭവം അറിയാം. എൻ്റെ ഉടമ്പടി മൂലമാണ് എല്ലാവർക്കും വഴി കിട്ടിയതെന്ന്. ഞാൻ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് അടുത്ത വീടുകളിലെല്ലാം പോയി വയസ്സായ അമ്മമാരും അപ്പന്മാരും വയ്യാതെ കിടക്കുന്നവരെ പോയി കാണുകയും അവർക്ക് വേണ്ട ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ശാരീരിക ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ആയതാണ്. അതും എൻ്റെ നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വീടുകളിലെല്ലാം വചനം ഉദ്ഘോഷിക്കുവാനായിട്ട് പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഏതോ ഒരു ചേച്ചി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനൊരു ഹിന്ദുവായിരുന്നു എങ്കിലും ഞാൻ കാര്യമായി വിശ്വസിച്ചില്ല. പക്ഷേ ആ പത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നും ബ്ലീഡിംഗ് ആയിട്ട് എല്ലായിടത്തു നിന്നും മടക്കി മെഡിക്കൽ കോളേജിലെത്തിച്ച് എന്നെ ജീവനോടെ കോമയിലായിരുന്ന എന്നെ തിരിച്ചു തന്നത് ആ പത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പത്രം എൻ്റെ കൂടെയുള്ളതാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പത്രം കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചു. നമ്മുടെ ഈ പത്രം വിശുദ്ധമാണ് മക്കളെ. വിശുദ്ധമായ പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ പത്രം കിട്ടുന്ന എല്ലാവർക്കും ആ പത്രത്തിൻ്റെ
സാമീപ്യവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ആയിരം പ്രാവശ്യം ഞാനിവിടെ ഉറച്ച് ഉത്ബോധിപ്പിക്കുന്നു. പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. പത്രം കയ്യിലുള്ളത് വിശുദ്ധമാണ്, അതൊരു വിശുദ്ധ വസ്തുവാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പിനും തൈലത്തിനും എല്ലാം വളരെ ശക്തിയുണ്ട്. അമ്മ മാതാവിനോടൊപ്പം ഞാൻ എല്ലാ കുർബാനകളിലും കുമ്പസാരത്തിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞാനൊരു യാക്കോബൈറ്റ് വിശ്വാസിയാണെങ്കിലും കല്യാണത്തിന് മുൻപ് ഞാൻ റോമൻ കാത്തലിക് ആയിരുന്നു. അതുകൊണ്ട് ലത്തീൻ പള്ളിയിലും മറ്റു പള്ളികളിലെല്ലാം പോയി 2 ആഴ്ചകൾ കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുർബാനകൾ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം കൂടുതൽ സമയം ബൈബിൾ വായനയിൽ നിവർത്തിക്കുവാനും ബൈബിൾ വചനങ്ങളിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സാധിച്ചു. കുർബാനയിൽ ജീവസുറ്റ മകളായി പങ്കുചേരുവാനും കരഞ്ഞല്ലാതെ കുർബാനയിൽ നിന്നും ഇറങ്ങി വരുവാൻ സാധിക്കാതെയുമുള്ള കൃപ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചതിനോർത്തും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും കൂടുതൽ കാലം മരണം വരെ അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുവാനും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുവാനും എന്നെ ഉപകരണമാക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും അമ്മ ആബാപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആബാപിതാവിൽ നിന്നും അമ്മ നേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം, ആരാധന. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം വചനം 15-ാം വചനമാണ്. 28-ാം അധ്യായം 15-ാം വചനമാണ്. നമ്മോട് കൂടെയുള്ള ദൈവം, പോകുന്നിടത്തെല്ലാം കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവം. ദൈവം യാക്കോബിന് നൽകിയൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ നമ്മൾ ഓരോരുത്തരോടും ദൈവം തരുന്നത്. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും, ഞാൻ നിന്നെ നയിക്കും, ഞാൻ വാഗ്ദാനം നിറവേറ്റുന്ന ദൈവമാണ് എന്ന്. നമ്മൾ എത്ര ബലഹീനരായാലും ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തമായ ഒരു ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ കഷ്ടതയിൽ കാത്തു പരിപാലിക്കുന്ന, പ്രശ്നങ്ങളിൽ വഴി തുറന്നു നൽകുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ, നമ്മുടെ കൂടെയുള്ള അമ്മ. കൃപാസനം ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ അനുഭവ സ്ഥലമാണ്. ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ വ്യക്തികളുടെ ദൈവാനുഭവങ്ങളാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നവരാണ് ഉടമ്പടി മക്കൾ. ഒരിക്കലും നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളിലും സാക്ഷ്യപ്പെടുത്തുന്നത്. ഷീല സണ്ണി എന്ന മകളുടെ സാക്ഷ്യത്വം അതുതന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപാസനം അമ്മ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഉടമ്പടി മക്കളെല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്, വക്കീലിലൂടെ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന അമ്മ. ആ അമ്മ കൂടെയുള്ളപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമുക്ക് മെറിറ്റില്ലാത്തപ്പോൾ ദൈവകൃപയിൽ വിശ്വസിച്ച് മുന്നോട്ട് നയിക്കാൻ ആ അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ജീവിതത്തിന് വേണ്ടിയുള്ള നമ്മൾക്ക് പല ആവശ്യങ്ങൾ, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കിടക്കുന്ന ഒരു ഈശോയും അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നീ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് ഉത്തരം വരുളും, നീ നിലവിളിക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകുമെന്നാണ് യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം 9-ാം വചനം പറയുന്നത്. ഒരു തരത്തിലും അവഗണിക്കാത്ത ഹീബ്രുവിൻ്റെ പുസ്തകത്തിൽ ലെറ്ററിൽ 13-ാം അധ്യായം 5-ാം വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കില്ല എന്നാണ്. നമ്മൾ ഏത് പ്രതിസന്ധിപ്പെട്ടാലും അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ മകൾ പറഞ്ഞത് പരസ്യമായ രഹസ്യമാണ് അമ്മ കൂടെയുള്ളതെന്നാണ്. അമ്മയുടെ സാന്നിധ്യമാണത്. വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് ഉടമ്പടിയിൽ പിന്നെയാണ് സാധിച്ചത്. ഓരോ പത്രം കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചു കൊടുക്കുന്നു.
അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ തീഷ്ണത, ആ തീഷ്ണത കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഉടനടി ഇടപെടുന്നത്. നമ്മൾക്കും വിശ്വാസത്തോടെ ഉടമ്പടി ചെയ്ത് മുന്നോട്ട് നയിക്കാം. ഷീല സണിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.